പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. വളരെ പ്രയാസപ്പെടുത്തുന്ന ഒരു വചനഭാഗമാണ് കർത്താവിന് നമ്മുടെ മുൻപിലേക്ക് വെച്ച് തരിക. ഭിന്നിച്ചിരിക്കുന്ന 5 പേർ ഒരു വീട്ടിലുണ്ടായിരിക്കും. 2 പേർ 3 പേർക്കെതിരായും 3 പേർ 2 പേർക്കെതിരായും ഭിന്നിക്കും. കർത്താവ് ഇതൊക്കെ പറയുമ്പോൾ അങ്ങനെ ഭിന്നിച്ചിരിക്കണമെന്നാണ് കർത്താവിൻ്റെ ആഗ്രഹമെന്ന് നമ്മൾ കരുതുന്നുണ്ടോ? നമ്മുടെ കുടുംബത്തെ ഒരേ മനസ്സോടെ, ഒരേ സ്നേഹത്തിൽ, ഒരേ ചൈതന്യത്തിൽ മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു ദൈവം. ആ കർത്താവ് പറയുന്നുണ്ട്, പക്ഷേ നിങ്ങളുടെ ഇടയിൽ ഭിന്നതയുണ്ടാവും. 2 പേർ 3 പേർക്കെതിരായും 3 പേർ 2 പേർക്കെതിരായും ഭിന്നിക്കും. ഇതിനു മുന്നേ ഉള്ളൊരു വചനം ഓർക്കണം. അന്തഃഛിദ്രമുള്ള രാജ്യം നശിച്ചു പോകും, അന്തഃഛിദ്രമുള്ള ഭവനവും നശിച്ചു പോകും. നാശത്തിലേക്ക് പോകുന്ന ഭവനത്തെക്കുറിച്ചുള്ള ഒരു വാണിംഗ് കർത്താവ് തരാണിത്. ഭിന്നിച്ചിരിക്കാതെ നിങ്ങൾ പരസ്പരം ഇങ്ങനെ ചേർന്നിരിക്കുക, ഒരേ ചൈതന്യത്തോടെ, ഒരേ മനസ്സോടെ, ഒരേ സ്നേഹത്തോടെ ഒന്നിച്ചിരിക്കുക. അതിനു വേണ്ടിയിട്ടുള്ള ഓർമ്മപ്പെടുത്തലായിട്ട് എടുക്കണം. അതുകൊണ്ട് കർത്താവ് പറയണത്, ഞാൻ ഭൂമിയിൽ തീയിടാനാണ് ഞാൻ വന്നത്, അതെത്രയും കത്തിജ്വലിച്ചിരുന്നെങ്കിലെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. സ്നേഹത്തിൻ്റെ അഗ്നിയുമായി ഇറങ്ങി വന്ന ആ കർത്താവിനെ ഓർക്കണം. ഇങ്ങനെ സ്നേഹം മരവിച്ച് ഫ്രോസണായി പോയ, മരവിച്ചു പോയ സ്നേഹബന്ധങ്ങളിലേക്ക് സ്വർഗീയ സ്നേഹത്തിൻ്റെ തീയിടാൻ വന്നവനാണ് ക്രിസ്തു. ആ സ്നേഹം ഒന്ന് കത്തിജ്വലിച്ചിരുന്നെങ്കിലെന്നാ കർത്താവ് ആഗ്രഹിക്കണേ. സ്നേഹത്തിൻ്റെ ഈ തീജ്വാല പടർന്ന് ഈ ഭിന്നതകളൊക്കെ ഇല്ലാതാക്കി ഉരുക്കിക്കളഞ്ഞ് നമ്മളെ ഒരുമിപ്പിച്ച് നിർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള വലിയൊരു പ്രാർത്ഥനയുമായിട്ടാണ് കർത്താവ് ഇത് പറഞ്ഞുകൊണ്ടിരിക്കണേ. ഭൂമിയിൽ സമാധാനമല്ല, വാളാണ് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത്, ഭിന്നതയാണ് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നതെന്നൊക്കെ കർത്താവ് പറയും. ശരിയാ, കർത്താവ് ഇങ്ങനെ വന്നു കഴിയുമ്പോൾ അവനെ ഒരേപോലെ സ്വീകരിക്കാൻ പറ്റാത്ത ഒരു കുടുംബം ഉണ്ടെങ്കിൽ അവിടെ ഭിന്നതയുണ്ടാവും. പക്ഷെ കർത്താവിനെ ഒരേപോലെ സ്നേഹിക്കുന്നവരും സ്വീകരിക്കുന്നവരുമാണ് ആ കുടുംബത്തിലുള്ളതെങ്കിലോ എന്തൊരു ഉറപ്പായിരിക്കും ആ കുടുംബത്തിന്. ഒന്ന് ആലോചിച്ച് നോക്കി. ഈ വചനഭാഗം ഇങ്ങനെ നേരെ എതിർവശത്തേക്ക് തിരിയണത് കാണാൻ പറ്റും ഇങ്ങനെ ചിന്തിക്കുമ്പോൾ. ഇത്രയും നേരം ഭിന്നിച്ചിരിക്കുന്നവരെ കുറിച്ച് ആലോചിച്ചിട്ടിരിക്കുമ്പോൾ അതിനകത്തൊരു കോമൺ ഫാക്ടർ വരുന്നു, അത് ക്രിസ്തുവാണ്. നേരത്തെയും ഓർമ്മിപ്പിച്ചിട്ടുള്ള ഒരു ബോബിയച്ചൻ്റെ ഒരു കഥയാണ്. ഒരു വീട്ടിൽ വെഞ്ചരിക്കാനായിട്ട് ചെല്ലുമ്പോൾ അവിടെ ഒരു കൊച്ചു മാത്രമേ ഉള്ളൂ. ആ പെങ്കൊച്ചിനോട് അച്ഛൻ ചോദിക്കുന്നുണ്ട്, ഇവിടെ ആരൊക്കെയുള്ളത് മോളെ? അപ്പോൾ അവൾ പറയുന്നുണ്ട്, ഇവിടെ ഞങ്ങൾ 6 പേരാണുള്ളത്, 5 പേരാണുള്ളത്. അപ്പനുണ്ട്, അമ്മയുണ്ട്, ചേട്ടനുണ്ട്, ഞാനുണ്ട്, പിന്നെ ഈശോയുണ്ട്. അപ്പനുണ്ട്, അമ്മയുണ്ട്, ചേട്ടനുണ്ട്, ഞാനുണ്ട്, പിന്നെ ഈശോയുണ്ട്. ഈ 6 പേരുള്ളൊരു വീട്ടിൽ ഒരാൾ പറയാണ് ഞങ്ങൾ 5 പേരാണ്, 6ാമത്തെ ആൾ ക്രിസ്തുവാ. ഇങ്ങനെ പറഞ്ഞ് ഈശോയ്ക്ക് ആ വീട്ടിൽ തങ്ങളെ കണക്ക് തന്നെ ഒരു സ്ഥാനം കൊടുത്തിരിക്കുന്ന ഒരു കുടുംബത്തിന് എന്തൊരു ഐക്യമായിരിക്കും എന്ന് ആലോചിച്ച് നോക്കിയേ. ഈ ഒരു ഐക്യത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള കർത്താവിൻ്റെ പ്രാർത്ഥനയാണ്, ഈ ഭൂമിയിൽ ഞാൻ ഇടുന്ന അഗ്നി ജ്വലിച്ചിരുന്നെങ്കിൽ, കത്തി ജ്വലിച്ചിരുന്നെങ്കിൽ. ഭിന്നിച്ചിരിക്കാൻ വേണ്ടിയിട്ടല്ല, ആ ഭിന്നത മുഴുവൻ മാറാനായിട്ടുള്ളൊരു കോമൺ ഫാക്ടർ അത് ക്രിസ്തുവാണ്. ആ ക്രിസ്തുവിൽ നോക്കിയാണ് ഈ 5 പേരും ജീവിക്കുന്നതെങ്കിൽ, ഒരു വീട്ടിലുള്ള എല്ലാവരും ജീവിക്കുന്നതെങ്കിൽ, കർത്താവ് എന്ത് ഭംഗിയാകുമായിരുന്നു ഞങ്ങളുടെ ജീവിതം, എന്ത് രസമുള്ളതാകുമായിരുന്നു നമ്മുടെ സംസാരങ്ങൾ, എന്തൊരു ആഴമുള്ളതാകുമായിരുന്നു നമ്മുടെ ബന്ധങ്ങൾ. കാരണം എല്ലാവരും നോക്കിക്കൊണ്ടിരിക്കുന്നത് ഈ ക്രിസ്തുവിലേക്ക്. നേരെ മറിച്ച് ഒരാൾ ഈ കഴിഞ്ഞ ദിവസം പോലും ഒരു അമ്മ സങ്കടപ്പെട്ടിട്ട് വന്നുള്ളൂ, വെച്ചാൽ പ്രാർത്ഥനയ്ക്കിരിക്കാത്ത മക്കൾ, വേറൊരു മതത്തിലുള്ളൊരു പയ്യനെ കെട്ടിപ്പോകണമെന്ന് ശാഠ്യം പിടിക്കുന്ന ഒരു മകള്. എല്ലാ ദൈവവും ഒന്ന് തന്നെയല്ലെന്നാണ് അവളുടെ ചോദ്യം. ഇത്രയും കാലം പഠിപ്പിച്ചു കൊടുത്തതും അനുഭവിച്ചതുമായിട്ടുള്ള ദൈവത്തെ എന്തുകൊണ്ടാണ് തള്ളിപ്പറയണേ? ആ കുടുംബം സ്വസ്ഥത അറിഞ്ഞിട്ട് എത്ര കാലമായിട്ടെന്നറിയോ? ഈ മൂലക്കല്ലായ ക്രിസ്തുവിനെ തള്ളിക്കളഞ്ഞാൽ ആ കുടുംബം ഇങ്ങനെ തകർന്നു പോകുമെന്ന് കർത്താവ് വചനത്തിൽ പറയുന്നുണ്ട്. ഭിന്നിച്ചിരിക്കുന്ന ഭവനങ്ങൾക്ക് തിരിച്ചു വരാനായിട്ടുള്ള ഒരേ ഒരു സാധ്യത അത് ക്രിസ്തുവാണെന്നറിയണം. അവനിടുന്ന സ്നേഹത്തിൻ്റെ ജ്വാലയിലൊന്ന് ഇങ്ങനെ പൊള്ളിക്കയറുമ്പോൾ നമ്മളിങ്ങനെ ഉരുകി ഒലിച്ചു പോകുന്നത് നമ്മുടെ ഇടയിലുള്ള മനസ്സിലുള്ള ഇങ്ങനെ ഐക്യമില്ലായ്മയായിരിക്കും, അല്ലെങ്കിൽ അസ്വാരസ്യങ്ങളായിരിക്കും. അവനിൽ ഒന്ന് ചേർന്ന് നിൽക്കുന്നൊരു കുടുംബം പാറമേൽ പണിത ഭവനം പോലെ. കർത്താവെ,
ഞങ്ങളുടെ ബന്ധങ്ങളെ അങ്ങയുടെ സ്നേഹത്തിൽ ഒരുമിപ്പിച്ചു നിർത്തണേ എന്ന പ്രാർത്ഥനയോടുകൂടെ നമുക്ക് മുട്ടിന്മേലായിരിക്കാം. പരിശുദ്ധ സ്നേഹമേ, ദിവ്യകാരുണ്യ സ്നേഹമേ, പരിശുദ്ധ സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിന്റെ ദൈവമായ കർത്താവ് ഞാനാകുന്നു, ഞാനല്ലാതെ മറ്റൊരു ദൈവം നിനക്കുണ്ടാകരുത്. നമ്മുടെ കുടുംബങ്ങളിൽ ഈ വചനം ഇങ്ങനെ എല്ലാ ദിവസവും ഉയർന്നു പൊങ്ങട്ടെ. ആ ഒരൊറ്റ ദൈവത്തിങ്കലേക്ക് മിഴികൾ ഉയർത്തി ഫോക്കസ് ചെയ്ത് നിൽക്കുന്ന ഒരു കുടുംബമായി മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കട്ടെ. എല്ലാവരുടെയും ഉള്ളിൽ ക്രിസ്തു എന്നുള്ളൊരൊറ്റ ചിന്തയോടെ ജീവിക്കാൻ കർത്താവെ ഞങ്ങളുടെ കുടുംബത്തെ അനുഗ്രഹിക്കണമേ എന്ന പ്രാർത്ഥനയോടുകൂടെ ഈ രാത്രി നമുക്ക് ഉറക്കത്തിലേക്ക് പോവാം. കരുണതൻ കയർ പിടിച്ച് നയിച്ചിടും സ്നേഹമേ, ദിവ്യകാരുണ്യ സ്നേഹമേ, പരിശുദ്ധ സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ.